എടാ എന്നാലും ആ ഒരു വോട്ട് കോട്ടയുടെ 348 വോട്ട് നമ്മൾ പിടിച്ചില്ലേ? എന്നാലും ഒരു വോട്ടിന് പോയില്ലേ ചേട്ടാ? ഞാൻ നിനക്കണ്ട ചെയ്തേക്കണേ. പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി തുറന്നപ്പോ അനില് പൊട്ടി. അങ്ങോട്ട് കയറിക്കോ. നീ ജയിക്കാനായിട്ട് എന്തെല്ലാം ഉടായ്പ കാണിച്ചു, എന്നിട്ട് നടന്ന നീ ഞങ്ങളോട് മുട്ടാറായില്ലേ? ശരി ശരി, എന്നിട്ട് കൊടുക്കണം. ആ ബെസ്റ്റ് പ്രധാനപ്പെട്ട പെണ്ണ്. നീ വേഗം വീട്ടിൽ പോക്കോ, ആ നല്ലത്. ചേട്ടാ കൊല്ലാനാണോ വളർത്താനാണോ എന്നറിയില്ലല്ലോ, വരട്ടെ നമുക്ക് നോക്കാന്ന്. അങ്ങോട്ട് പറ്റേ. കൺഗ്രാറ്റുലേഷൻസ് ചേട്ടാ, ഇവൻ ജയിച്ചതല്ല തോറ്റതാ ഒരു വോട്ടിന്. അതെനിക്കറിയാൻ തീച്ചേ, ഇതിലേലും ഒരു വോട്ട് കൂടുതൽ കിട്ടിയ ആള് ജയിച്ചു, ഇത്രയല്ലേ ഉള്ളൂ. എന്നാലും തോൽവി തോൽവി തന്നെയല്ലേ. എന്താടോ ഈ ജയം തോൽവിയൊക്കെ? അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഞാൻ മനസ്സിലാക്കിയോടത്തോളം അനിൽ അതൊക്കെ കൃത്യമായി ഉൾക്കൊള്ളുന്ന ആളാണ്. ജയിക്കാനായിട്ട് ഞാൻ പലതും ചെയ്തേട്ടാ, പക്ഷെ തോറ്റുപോയി. തോൽവി എന്നുള്ളത് വലിയൊരു വീഴ്ചയല്ലാന്ന് എനിക്കറിയാം. എന്തായാലും കുറച്ചും കൂടി ശക്തനാവുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ തോൽവി കൊണ്ട്. ഒരു സ്ഥലത്ത് നമുക്ക് തിരിച്ചടി കിട്ടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നമുക്കായി നല്ലതൊന്നും ഒരുക്കി വെച്ചിരിക്കും. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്ന പോലെ. അല്ലേ, പോട്ടെ. ഓക്കെ. എന്തൊരു നല്ല മനുഷ്യൻ. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. നമ്മളല്ല, ചേട്ടൻ തെറ്റിദ്ധരിച്ചു. നമ്മൾ ഈ മുൻവിധിയോടെ ഒരു കാര്യത്തിന് സമീപിക്കരുത്. അതേപോലെ തന്നെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർ അങ്ങനെ വിചാരിക്കുമോ ഇങ്ങനെ വിചാരിക്കുമോ, അങ്ങനെയൊക്കെ നോക്കി നമ്മൾ ജീവിച്ച ഒരു സ്ഥലത്ത് നമ്മൾ എത്താൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ ശരികളിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുക. വിജയവും തോൽവിയും അതൊക്കെ ഒരേ ഭാഗങ്ങളാണെന്നേ. അതൊക്കെ ശരിയാ. രണ്ടുപേരും ഭയങ്കര ചർച്ചകളാണല്ലോ. ഞങ്ങൾ കരുതി ചേട്ടനും ഞങ്ങളെ വിട്ടു പോയി. അതെ, കണക്കുകളൊക്കെ ഞാൻ ഒന്ന് പരിശോധിച്ചു. നമ്മുടെ പാലത്തിന്റെ അവിടെ നമുക്ക് ഒരുപാട് വോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത്, കുറച്ച് പണം അങ്ങോട്ട് എറിയാ. കുറച്ച് പണവും കുറച്ച് വെള്ളം കുടിക്കുന്നവർക്ക് ഇത്തിരി വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ഒരു ഹോട്ടലിലെ പോയേ ഈസി ആയിട്ട്. പൈസ കൊടുത്താൽ വോട്ട് കിട്ടുമെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പക്ഷെ നമ്മൾ കുറേ ഉടായ്പൊക്കെ ചെയ്തു, തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും പൈസ ഒരാൾക്ക് കൊടുത്ത് അവർ വോട്ടും കൂടി മേടിക്കാന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അവർക്കൊരു വിലയും കൊടുക്കണില്ലല്ലോ. അവർക്ക് പൊതുജനത്തിന് ഒരു വിലയും കൊടുക്കണില്ല അങ്ങനെ ചെയ്യും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാ. നീ പറഞ്ഞത് കംപ്ലീറ്റ് ആക്ക്. ദിശേട്ടാ, അതെ, ജനിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രമേ ഉറപ്പുള്ളൂ, അത് മരണമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അടുത്ത സെക്കൻഡിൽ നമ്മൾ ഉണ്ടാവുമെന്ന് പോലും നമുക്കൊരു ഉറപ്പില്ല. എന്നാൽ നമ്മളെന്താ ചെയ്യണേ? നമ്മൾ ലോൺ എടുത്തും കടം മേടിച്ചും കൊള്ളപ്പലിശയ്ക്ക് വരെ പൈസ മേടിച്ചും വലിയ വലിയ വീട് പണി. അവിടെ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ലാത്ത, ചിലപ്പോൾ വന്നേക്കാത്ത ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു റൂം വലിയ സെറ്റപ്പൊക്കെ പണിതുണ്ടാക്കും. എന്നിട്ട് ആ വീട്ടിൽ ഒരു സന്തോഷമില്ലാതെ ഒരു മനസ്സമാധാനം ഇല്ലാതെ ആ മനോഹരമായിട്ടുള്ള വീട്ടിൽ കിടന്ന് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അവിടെയാണ് അതേപോലെ തന്നെ അവിടെ വീട്ടിൽ നല്ല നല്ല പാത്രങ്ങളുണ്ടാവും. നമ്മൾ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. കാരണം ഈ പാത്രങ്ങൾ ഗസ്റ്റുകൾക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട്, ഗസ്റ്റുകൾ വരുമ്പോൾ നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ച് നമ്മൾ സാധാരണ പാത്രങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കും. നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ അലമാരയിലുണ്ടാവും, അതെടുത്തിടില്ല, വല്ലയിടത്തും പോകുമ്പോൾ ഇടാന്ന് വയ്ക്കും. അതേപോലെ നമ്മൾ ഒരു കാര്യത്തിലും ജീവിക്കുന്നില്ല, നമ്മളൊരു യന്ത്രം പോലെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതെ, അത് സത്യമാണ്. അപ്പം നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ വീട്, വില പിടിച്ച കാറ്, വാച്ച്, ഈ വലിയ വീട്ടിൽ മനസ്വസ്ഥതയില്ലാണ്ട് ജീവിച്ചുകൊണ്ടിരിക്കണേ. നമ്മൾ ഈ അമിതമായിട്ടുള്ള ആർഭാടങ്ങൾക്ക് പിറകെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഈ ഷർട്ട് വേണം, വാച്ച് വേണം, വീട് വേണം, എല്ലാം വേണം. പക്ഷെ അതൊക്കെ നമ്മുടെ കൺട്രോളിൽ ഒതുങ്ങുന്ന രീതിയിലെല്ലാം ചെയ്യണം. ഇപ്പോൾ വീട് പണിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വീട് പണിതാൽ മതി. ഗസ്റ്റുകൾ വല്ല കാലത്ത് ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു റൂം, ഹാളോ എവിടെയായാലും അവർ താമസിച്ചോളും. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് റൂമൊന്നും പണിയേണ്ട ആവശ്യമില്ല. നമ്മുടെ കൺട്രോളിൽ ഒരു വീട് പണിയുക, അവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുക, അതാണ് വേണ്ടത്. അപ്പം നമ്മുടെ തോൽവിയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം അല്ലടാ. വാ, ആൾക്കാർ പലതും പറയും, നമുക്ക് ജംഗ്ഷനിലേക്ക് പോകാം. പിന്നെ വാ. അനിലേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. എപ്പോൾ എത്തി? ഇന്നലെ എത്തി. നമ്മുടെ ഒരു ബെടാ ദോസ്താണ്. അതുപോലെ ഒരു വോട്ടിന് പോയല്ലേ, കുഴപ്പമില്ലടാ, വിട്, ശരിയാവും. ഞങ്ങളൊക്കെ അത് അപ്ലൈ വിട്ടു. ഒരു മത്സരമാകുമ്പോൾ ജയം തോൽപ്പിക്കുണ്ടാവും. ദിജിഷേ, നീ ഇവൻ തന്നെയല്ലേ വോട്ട് ചെയ്തേ? സാമ്യായി പോയി. ഉറങ്ങിട്ട് 2 ദിവസമായി.
ചേട്ടനൊക്കെ നമ്മുടെ ആളല്ലേ, അതൊക്കെ തമാശയല്ലേ അതൊക്കെ. പറയാൻ പറ്റില്ലേ. എടാ ഞാൻ നേരിട്ട് വന്നത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നീ അന്ന് കഴിഞ്ഞവണ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞില്ലായിരുന്നു. ആ കഥ ഞാൻ 2-3 ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്തായിരുന്നു. അവർ നല്ല ഇമ്പ്രസ്ഡ് ആണ്. അതൊന്ന് സിനിമയാക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അത് നീ തന്നെ ചെയ്യണം. പൈസയുടെ കാര്യത്തിൽ നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അത് ഡയറക്റ്റ് നീ തന്നെ ചെയ്യണം. സന്തോഷം. ഞങ്ങളെല്ലാവരും കൂടി അതാണ്. ശരി, കാണാം.